റിഡ്സുകളുടെ നല്ലൊരു കളക്ഷനാണ് വരുന്നത്. മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, മെയിൻ്റനൻസും കുറവില്ല. 60 രൂപ വണ്ടി ഇറക്കാം. ഫ്രണ്ട്സ്, നമ്മൾ സാധാരണക്കാരന് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ നല്ല വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഏകദേശം 100ഓളം വാഹനങ്ങൾ, ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിലും നമുക്ക് ബൈക്കിന്റെ EMI യിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. റിഡ്സ് ഒക്കെ നോക്കുന്നവർക്ക് തവണ നമുക്ക് 1-2 റിഡ്സുകളല്ല 10-15ഓളം വാഹനങ്ങളുണ്ട്. ഇനി ഓൾട്ടോ നോക്കുന്നവരാണെങ്കിലും നമുക്ക് ഏകദേശം 10ൽ കൂടുതൽ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ 100ൽ പരം കാറുകൾ, SUV-കളൊക്കെ ഓൾട്ടോന്റെ പ്രൈസിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. റാഫിക, ന്യൂ ഇയർ നമുക്ക് പൊളിക്കാം അല്ലെ, മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം അല്ലെ. ഫുൾ ഓണിലൊക്കെ നമുക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട് അല്ലെ, മാക്സിമം ലോൺ ഇട്ട വണ്ടികളുണ്ട്, കൊടുക്കാം. അപ്പൊ നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി 2 റിസൾട്ട് സൺ ഓട്ടോ കൺസൾട്ടൻസി എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ പാർട്ടികളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റിഡ്സുകളുടെ നല്ലൊരു കളക്ഷനാണ് വരുന്നത്. മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണത്, CNG വരുന്ന വണ്ടിയാണ്. CNG. അപ്പോൾ ഡീസലിനെക്കാട്ടി മൈലേജ് ഉണ്ടാവില്ല, ഏകദേശം ഒരു 25ന്റെ അടുത്ത് തന്നെ നമുക്ക് മൈലേജ് കിട്ടും. സോ നമുക്ക് പെട്രോൾ CNG ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും കുറവായിരിക്കും. മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഡെയിലി യൂസിന് ബൈക്കൊക്കെ മാറ്റിയിട്ട് അങ്ങ് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി വേണം. ഒരു JKR വണ്ടി വരുന്നത് 2016 മോഡൽ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2,70,000 ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. 270 ഫുൾ ഓൺ CNG ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇതിന് അഗൈൻ നമുക്ക് വീണ്ടും ഒരു റിഡ്സ് ആണ്. നമുക്ക് കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ലിമിറ്റഡ് എഡിഷൻ വരുന്ന 2013 മോഡൽ ഡീസൽ വേരിയന്റ്, ഡീസൽ ലിമിറ്റഡ് എഡിഷൻ കേട്ടോ. ലിമിറ്റഡ് എഡിഷൻ നമുക്ക് ആ ഇന്റീരിയർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഡുവൽ ടോൺ ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേക റെഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര പേര് ചെയ്യാൻ പറ്റും ട്രാഫിക്? അത് നമുക്ക് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 2,65,000 2,65,000. എത്ര പേര് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 2,30,000 ലോണും ചെയ്യാൻ പറ്റില്ല. എഗെയിൻ വീണ്ടും നമുക്ക് റിഡ്സ് തന്നെയാണ്. ഇതൊക്കെ ന്യൂ ഫേസ് ആണ് വരുന്നത് കേട്ടോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014-15 വണ്ടിയാണ്. ഇതാണെങ്കിൽ 3,10,000 ഫൈനൽ 3,10 നമുക്ക് ലാസ്റ്റ് ഫൈനൽ റേറ്റ് കിട്ടും. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു എത്ര റുപ്യന്റെ വണ്ടി? 10 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? മാക്സിമം ലോണിൽ നമുക്ക് ഇറക്കാൻ പറ്റും. മാക്സിമം ലോണിൽ നമുക്ക് വണ്ടി കിട്ടും. ഫുൾ ലോണിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. എഗെയിൻ വീണ്ടും നമുക്ക് ന്യൂ ഫേസ് ഒക്കെ വരുന്ന റിഡ്സ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2015 ഒറിജിനൽ കേരള വണ്ടി, VXI വണ്ടിയാണ്. എത്ര രൂപ? ഇത് മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. ഇതാണെങ്കിൽ 3,20,000 3,20 ഫുൾ ഓൺ കേട്ടോ. വീണ്ടും നമുക്കൊരു പെട്രോൾ വേരിയന്റ് തന്നെ വരുന്നത്, ന്യൂ ഫേസ് ആണ് വരുന്നത്. 2013 വണ്ടി ZXI വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. സോ നമുക്ക് സ്റ്റിയറിംഗിലൊക്കെ വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ വരുന്ന ഒരു വാഹനമാണ്. അടിപൊളി വണ്ടിയാണ്. റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3,10,000 3,10 ഒന്ന് വരും. അതിന്റെ ഇടയിൽ നമുക്കൊന്ന് വണ്ടി ഒന്ന് മാറ്റി പിടിച്ചാലോ. അമേസ് ഈ വണ്ടിയൊക്കെ ഇച്ചിരി നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ കൂടുതൽ ആളുകളെ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ്. കാരണം നല്ല അടിപൊളി കളറും ലോ മെയിൻ്റനൻസും അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു അമേസ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2018 ഡീസൽ വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ ആകുമ്പോൾ 14 മൈലേജും കിട്ടും. നല്ല ക്വാളിറ്റി വണ്ടി, ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്രയും നമുക്ക് വെൽ മെയിൻറ്റൈൻഡ്, നമുക്ക് അത്രയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, മെയിൻ്റനൻസും കുറവില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 6,60,000 കൊടുക്കാം. 6,60 60 രൂപ വണ്ടി ഇറക്കാം. വീണ്ടും നമ്മൾ റിഡ്സ് തന്നെ തിരിച്ചു പോകുന്നത് ഡീസൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണ് 1,70,000 കൊടുക്കാം. 1,70,000 കൊടുക്കാം കേട്ടോ. ഞാൻ ബ്ലാക്ക് റിഡ്സ് വേണമെന്നുള്ളവർക്ക് 2012 മോഡലാണ് വണ്ടി. ഇതാണെങ്കിൽ 2,20,000 ഫൈനൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ. നല്ല മൈലേജ് കിട്ടും. 18-20. അന്ന് ഇതിൽ ഏറ്റവും റയർ എഡിഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കളറാണ്. 2009 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ 1,70,000 കൊടുക്കാം. പേപ്പറൊക്കെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അഗൈൻ നമുക്കൊരു പിന്നെ ടിയാഗോ വരുന്നുണ്ട്. 2018-19 രജിസ്റ്റർ ഉള്ള വണ്ടി. ഇത് ഫുൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. 10,000 ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം അല്ലേ. അടുത്ത പേര് കിട്ടും നമുക്ക്. ഇനിയും നമുക്ക് ഈ ഒരു പാർട്ടൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ കഴിഞ്ഞതാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു എത്തിയോസ് അല്ലേ. എത്തിയോസ് 2016 മോഡൽ വണ്ടി. 2016 വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് കേട്ടോ. റീവണ്ടിയാണ്. പ്ലാറ്റിനം ടൈപ്പ് ഒക്കെയാണ് വരുന്നത് അല്ലേ. 4,60,000 മാക്സിമം 4,30 ലോൺ കൊടുക്കാം. 4,30 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല കിടിലൻ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ ഒന്നും ചെയ്യിക്കാനില്ല, നേരെ ഡീസൽ അടിച്ച് അങ്ങ് പോയാൽ മതി അല്ലേ. നോക്കി നിങ്ങൾ അത്യാവശ്യം പ്ലാറ്റിനം ടൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി വാഹനം. ഇത് നമുക്ക് അതിന്റെ സിൽവർ ഫിനിഷിംഗ് മോഡലുണ്ട്. വീഡിയോ ആണ് ഓപ്ഷനിൽ, പെട്രോൾ വേരിയന്റിൽ വരുന്നുണ്ട്. ഓക്കെ. ഇതാണെങ്കിൽ 1,85,000 ഫൈനൽ ഇട്ട് കൊടുക്കും. 1,85 അല്ലേ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല കിട്ടും. ഇത് കേരള വണ്ടിയാണോ വരുന്നത്? അല്ല, റീവണ്ടിയാണ്. റീവണ്ടിയാണ്. പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അന്നത്തെ ഇതിന്റെ ടോപ്പ് ലോഡ് വണ്ടി എന്ന് പറയാം. വാഗനർ 2007 മോഡലാണ്.
ഇതാണ് 1,30,000 ഫൈനൽ ഇട്ട് കൊടുക്കുക. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി 1.30 വാഗ്നർ കേട്ടോ. അടുത്ത് വീണ്ടും നമുക്കൊരു എ സ്റ്റാർ വരുന്നുണ്ട്. ചിലർ വൃത്തിയാക്കാണ്ട് 2011 വണ്ടിയാണ് 1.10 കൊടുക്കുക. 1.10 അല്ലേ. അടുത്തൊരു ഫോർഡ് ഫിഗോ 2012 മോഡലാണ്. 1,00,000 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഗഡ്സിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് 2008 മോഡലാണ്. ഒരു 80,000 രൂപ കൊടുക്കും. വെറും 80,000 രൂപയ്ക്ക് അല്ലേ. ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മളെ സണ്ണ് ഓടിച്ചങ്ങ് തീർത്തു എന്ന് പറയാം. 4 പാർട്ടുകളായിട്ടാണ് നമ്മൾ വാഹനങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നോക്കി നമ്മൾ എസ് യുകളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തൃശ്ശൂർ പൂരം പോലെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഇത്രയും കളക്ഷൻസ്. അത് നമുക്ക് നല്ല ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇയർ എൻഡിങ് സെയിൽ, ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ ആയിട്ട് മാക്സിമം ട്രാഫിക് നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാനുള്ള വിധത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത്രയും കുറച്ച് കൊടുക്കും. യെസ്. അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റിലും അതേപോലെ തന്നെ ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി തിരൂർ റൂട്ടിൽ രണ്ടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ട്രാഫിക് സൈനിങ്.